ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പുദിന ആരാധനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം പെസഹ എന്നതാണ്. അതിന് ആധാരമായിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കുറുവാക്യം 1 കൊരിന്ത്യർ 11-ാം അധ്യായം 24-25 വാക്യങ്ങൾ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത ആ രാത്രിയിൽ അപ്പം നുറുക്കി സ്തോത്രം ചൊല്ലി, ഇത് നിങ്ങൾക്കായുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും അവഹേളനത്തിൻ്റെയും ഓർമ്മകൾ ഉണർത്തുകയും ചെയ്യുന്ന രാത്രിയാണ് പെസഹ രാത്രി. പഴയ നിയമത്തിൽ പുറപ്പാടിൽ പുസ്തകത്തിലാണ് ആദ്യമായി പെസഹയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പെസഹ എന്നത് വാക്കിന്റെ അർത്ഥം കടന്നുപോക്ക് എന്നതാണ്. ദൈവം ഇസ്രായേൽ ജനത്തിന്റെ നിലവിളിക്ക് ഉത്തരം നൽകി കടന്നുപോയ മഹാസംഭവത്തെയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലുകളിലും കുറുബടിമേലും പുരട്ടുവാൻ ദൈവം ആവശ്യപ്പെടുകയും ആ രക്തം രക്ഷയുടെ അടയാളമായി തീരുകയും ചെയ്യുന്നു. പുതിയ നിയമത്തിൽ പെസഹ കുഞ്ഞാടാകുന്ന യേശുക്രിസ്തുവിനെ തന്നെയാണ് പ്രതിപാദിക്കുന്നത്. കർത്താവായ ക്രിസ്തുവിന്റെ രക്തം തന്നെയാണ് രക്ഷയുടെ അനുഭവമായി ചൊരിയപ്പെടുന്നത്. ഇവിടെ പെസഹ ആചരണം വെറുമൊരു കടന്നുപോക്കലിന്റെ അനുഭവമല്ല, ഇത് പങ്കുവെക്കലിന്റെ ഒരു മഹാ ഉത്സവമാണ്. ഇത് ജീവിതത്തിലേക്ക് പുതുവഴിയാണ്. യേശു സ്ഥാപിച്ച പുതിയ ഉടമ്പടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പവും വീഞ്ഞുമാണ്. യേശുവിന്റെ ശരീരം തകർക്കപ്പെടുമ്പോൾ അത് മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് എന്ന് ഓർക്കുന്നതിന് ഈ വിശുദ്ധ സംസർഗം സ്ഥാപിച്ചിരിക്കുന്നു. ഇത് യേശുവിന്റെ ത്യാഗത്തെ അനുസ്മരിക്കുന്നു. ഇന്ന് പെസഹ എന്ന വാക്ക് നാം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പിനായി നിറുക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരത്തോടും ചൊരിയപ്പെട്ട രക്തത്തോടും നാം പങ്കാളികളാകുകയാണ്. പ്രിയരെ, ക്രിസ്തുവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടു എന്ന ബോധ്യത്തോടെ നമുക്കും തുടർന്ന് വിശുദ്ധിയിൽ ജീവിക്കാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.